ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ ഫ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. ആദ്യം തന്നെ ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ട്രംപിൻ്റെ താരിഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും വാർത്തയും ന്യൂസും നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. സുപ്രീം കോടതി അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. ബട്ട് ട്രംപ് അത് വേറെ രീതിയിൽ നിലനിർത്തുമെന്നുള്ള രീതിയിലൊക്കെ ഉള്ള പ്രഖ്യാപനങ്ങളുണ്ട്, 15%. അപ്പം മാർക്കറ്റ്സ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ സ്ലൈറ്റ്ലി നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണ്. S&P 500 നാസ്ഡാക്ക് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തെങ്കിൽ പോലും. ആൻഡ് യൂറോപ്യൻ മാർക്കറ്റ്സ് പോസിറ്റീവ് ട്രേഡ് ചെയ്യാൻ നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി 190 പോയിൻറ്റ്സ് അപ്സൈഡാണ്. അപ്പോൾ മേ ബി ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 150 പോയിൻറ്റ്സിൻ്റെ അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. മേ ബി ഇന്നലെയൊക്കെ ഗിഫ്റ്റ് നിഫ്റ്റി അല്ലെങ്കിൽ ഇന്നലെ രാവിലെയൊക്കെ നോക്കുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി 300 പോയിൻറ്റ്സിൻ്റെ ഒരു അപ്സൈഡ് ആയിരുന്നു. മേ ബി നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് നമുക്കിവിടെ കിട്ടിയെന്നിരിക്കാം. ഓക്കെ, അപ്പോൾ കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. മാർക്കറ്റ് ജസ്റ്റ് പ്ലേ ചെയ്യട്ടെ. പ്ലേ ചെയ്ത ശേഷം നമുക്ക് തീരുമാനിക്കാം ഈ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവുമെന്ന്. ഏഷ്യൻ മാർക്കറ്റ് സ്ലൈറ്റ്ലി നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് സിഗ്നലാണ് നമുക്കിപ്പോൾ തരുന്നത്. ഓക്കെ, ഇപ്പോൾ നിഫ്റ്റി ചാർട്ട് എടുത്ത് നോക്കിയാലും നമുക്കിപ്പോൾ ഡിമാൻഡ് സോൺസിൽ നിന്നാണ് മാർക്കറ്റ് റീട്രേസ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അപ്പം 25,850 സോണ് ആദ്യത്തെയായ ഒരു സപ്ലൈ സോണായിട്ട് ആക്ട് ചെയ്യാം. 25,800 to 850 സോൺസ് ഇതായിരിക്കും ഒരു സപ്ലൈ സോണായിട്ട് ആക്ട് ചെയ്യുക. പോസിബിളി അത് മുന്നത്തെ ഒരു നല്ല സെല്ലിംഗ് പ്രഷർ നേരിട്ട ഒരു സോണാണ്. നമ്മളൊരു സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അറിയാം. മാർക്കറ്റ് ഒരു തവണയല്ല 2 തവണ മാർക്കറ്റ് ഈ ഏരിയയിൽ നിന്ന് റിജക്ഷൻ നേരിട്ടിട്ടുണ്ട്. സോ 25,800 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു വലിയ ഏരിയയാണ് അത്. 25,800 എന്ന് പറയുന്ന സപ്ലൈ സോൺസ് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഹൈ ഏരിയ പറയുന്നത് 25,886 ആണ്. സോ അത്രയും സോണൊന്നും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നമുക്കൊരു ഇൻട്രാഡേ ലെവൽ മൂവ്മെൻറ്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. 800 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി 26,000 ഒരു ഇൻട്രാഡേ മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഡിമാൻഡ് ഏരിയാസ് ആയിട്ട് 25,330 ആൻഡ് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന സ്ഥലം 25,120 ആൻഡ് 25,000 ഈ ഒരു ഇൻട്രാഡേ ലെവൽസ് ഇങ്ങനെ കീപ്പ് ചെയ്ത് വയ്ക്കാം. എന്തായാലും ഇന്നത്തെ ദിവസത്തെ എക്സൈറ്റ്മെൻറ്റ്, ലാസ്റ്റ് തവണ ഇതേപോലെ ഒരു വലിയ എക്സൈറ്റ്മെൻറ്റ് ന്യൂസ് വന്നപ്പോഴത്തേക്കും കണ്ടില്ലേ, ക്യാപ്പ് അപ്പ് ചെയ്തു, ശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു, ആൻഡ് വീണ്ടും ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്കാണ് മാർക്കറ്റ് പോയത്. അപ്പോൾ ഇന്നും ഒരു എക്സൈറ്റ്മെൻറ്റ് തരുന്ന ന്യൂസ് വരുന്നുണ്ട്. സോ മാർക്കറ്റ് ഇന്നും അതേ രീതിയിൽ ബിഹേവ് ചെയ്യും, മറിച്ച് ഈ ഒരു സപ്ലൈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോകാനുള്ള ടെൻഡൻസി കാണിക്കുമോ എന്നുള്ളതിൽ വാച്ച് ചെയ്ത് തന്നെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ന്യൂസസ് ആയിട്ട് ഇന്ന് കുറച്ച് ന്യൂസുകളെന്ന് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഒരു ന്യൂസ് ഉണ്ട്. പലരും ശ്രദ്ധിച്ചാണ് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഒരു ഫ്രോഡ് ന്യൂസ് കമ്പനി നടന്നത്. 590 കോടിയോളം വരുന്ന രൂപയുടെ ഒരു ഫ്രോഡ് ലൈൻ ന്യൂസ് ചണ്ഡിഗഡ് ബ്രാൻഡിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ഹരിയാന ഗവൺമെൻറ് അക്കൗണ്ട്സുമായിട്ട് ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട് ചണ്ഡീഗഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കേസ് വരുന്നുണ്ട്. ഇപ്പം ചില എംപ്ലോയീസും ഇത് ചെയ്തു എന്നുള്ള കാര്യം, ഫ്രോഡ് ആക്ടിവിറ്റീസ് ചെയ്തു എന്നുള്ള കാര്യം ന്യൂസ് വന്നിട്ടുണ്ട്. സോ കമ്പനിക്ക് വളരെയധികം നെഗറ്റീവായിട്ട് വരാറുണ്ട്. 590 കോടി രൂപയാണ്, 590 കോടിയാണ്. നിങ്ങൾ ചിന്തിക്കുക, ഹരിയാന ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകളിലാണ് ആ ഒരു ഇത് നടന്നിട്ടുള്ളത്. സോ അത് ഷോർട്ട് ടേമിൽ അതൊരു നെഗറ്റീവ് ന്യൂസായിട്ട് കമ്പനിക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, പിന്നെ സിപ്ലയ്ക്ക് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. സിപ്ലയിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ LIC ഒരു സ്റ്റേക്ക് കൂട്ടി എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. 2.06% ആയി കുറച്ചധികം കാലം ഗ്രാജുവലി അവർ കൂട്ടിയിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. USFDA ടോട്ടലി അവരുടെ പ്രൊസീജിയറായിട്ടുള്ള ഇൻസ്പെക്ഷൻസ് എല്ലാം നടന്നു പോകുന്നുള്ള ന്യൂസ് നിലവിലുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ ന്യൂസുകൾ മാത്രമേ ഇന്നുള്ളൂ. പിന്നെ മാർക്കറ്റ് പ്ലേ ചെയ്ത ശേഷം നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഇന്ന് എന്തെങ്കിലും സ്പെഷ്യലി വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ NTPC എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. NTPC നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കമ്പനിയാണ്. NTPC എന്ന് കണ്ടിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് പ്രൈസ് ആക്ഷൻ കാണിക്കുന്ന ഒരു കമ്പനിയാണ് NTPC. ഈ ഒരു 370 ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, സ്വിംഗ് ട്രേഡിന് വേണ്ടിയിട്ട്. ശേഷം ഇട്ടിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് ഡിസ്കസ് ചെയ്യാം. NLC ഇന്ത്യയാണ്. NLC ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ട്. കണ്ടില്ല, ഒരു സോണിൻ്റെ ഉള്ളിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. 270 ബ്രേക്ക് ചെയ്താലും 320 ബ്രേക്ക് ചെയ്ത ഫ്രഷ് മൂവ്മെൻറ്റ്സ്, ഇതാണ് എൻ്റെ ഒരു ഇത് വച്ചിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് പേഴ്സണലി നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ പഴയ ടെലിഗ്രാം ചാനൽ ഇതായതുകൊണ്ട് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. സോ പുതിയൊരു ചാനൽ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. 87 സബ്സ്ക്രൈബേഴ്സോളം നിലവിലുണ്ട്. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ഇത് ജോയിൻ ചെയ്യാവുന്നതാണ്. കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പം ചാനൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. എല്ലാവരും ജോയിൻ ചെയ്തിട്ടില്ലാത്തത് ജോയിൻ ചെയ്യുക. കഴിഞ്ഞ ചാനൽ പോയിട്ടുണ്ട്. സോ പുതിയതായിട്ടാണ് ആളുകൾ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ചിന്തിക്കുക. അപ്പം ലാസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചാനൽ പോയിട്ടുണ്ട്. അപ്പം ഇത് പുതിയ ചാനലാണെന്നുള്ളൊരു ബോധത്തോടു കൂടി ജോയിൻ ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു.